സോ ഗേസ് എഗെയിൻ വന്നിരിക്കുകയാണ് പുതിയൊരു ഹൊറർ ഗെയിമുമായിട്ട്. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന ഗെയിമിൻ്റെ പേരാണ് ഐസ്ക്രീം. അപ്പോൾ ഐസ്ക്രീമിൻ്റെ ചാപ്റ്റർ 2 ആണെന്ന് കളിക്കാൻ പോകുന്നത്. അതിൻ്റെ ഒരു ചാപ്റ്റർ 1 ഉണ്ട്. അപ്പോൾ അതിൻ്റെ എന്തോ റെക്കോർഡിംഗ് പ്രശ്നം എങ്ങാണ്ടുണ്ട്. ആ ഗെയിം ഫോണിൽ സപ്പോർട്ട് ആവുന്നില്ല. അപ്പോൾ റെക്കോർഡ് ചെയ്യുമ്പോൾ സ്റ്റോപ്പ്, അതൊരു പ്രശ്നം അതിൻ്റെ ആ ഗെയിമിൻ്റെ ഉണ്ട്. അപ്പോൾ ഞാൻ ചാപ്റ്റർ 2ലേക്ക് വരാമെന്ന് വിചാരിച്ചു. ഇവിടെ നോർമൽ ഇട്ട് കളിക്കാം അല്ലേ. സ്റ്റോറി കാണിക്കുന്നുണ്ട്. നമ്മൾ 4 ഫ്രണ്ട്സാണ്. അപ്പോൾ ഓരോ ഗെയിമിനകത്ത് ഓരോരുത്തന്മാരെ തട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ 1ൻ്റെ കേസ് പറയുവാണെങ്കിൽ പുള്ളിക്കാരനെ നമ്മൾ കണ്ടായിരുന്നു. 1നകത്ത് നമ്മുടെ ഒരു ഫ്രണ്ടിനെ വേറൊരു ഫ്രണ്ടിനെ തട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. ആ ഫ്രണ്ടിനെ നമ്മൾ രക്ഷിച്ച് പുള്ളിക്കാരൻ്റെ പടം വരച്ചു. നമ്മുടെ വേറൊരു ഫ്രണ്ടാണ്. എൻ്റെ ഒരു ഫ്രണ്ടിനെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്കാരിയെ പോയി രക്ഷിക്കണം. അതിന് വേണ്ടത് ഇവിടുന്ന് ഇതെടുക്കുക. പിന്നെ ഈ ബെഡിൻ്റെ കേസുണ്ട്. ബെഡും കൊണ്ട് നമുക്ക് താഴോട്ട് ഇറങ്ങാനാണ്. ഫസ്റ്റിനകത്തെന്ന് പറഞ്ഞ ഒരു കെയറുണ്ട്. അപ്പോൾ ആ കെയറിനകത്തൂടെ താഴോട്ട് ഇറങ്ങുക. ബെഡിനകത്തൂടെ താഴോട്ട് ഇവിടെ എങ്ങാണ്ട് ഒളിച്ചിരിക്കണം. Going to find me some chubby kids and we're gonna make some ice cream fun. പുള്ളിക്കാരൻ്റെ പുറകിൽ നിന്നൊരു സംഭവം പോയിട്ടുണ്ട് കേട്ടോ. അതെന്നാന്ന് വെച്ചാൽ അതാണ് ഇതിൻ്റെയൊക്കെ മാപ്പ്. നമുക്കിനി പോകാനുള്ള സ്ഥലം കുറേ ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു മാപ്പാണ്. പുള്ളിക്കാരനിപ്പോൾ വരുവും കേട്ടോ. നമുക്ക് വിട്ടേക്കാം സ്ഥലം വിട്ടേക്കാം. ആദ്യം നമുക്ക് പോകേണ്ടത് സർക്കസിലോട്ട് പോകല്ലേ. അവിടെ എന്തെങ്കിലുമൊക്കെ കാണും. ഇതിനാന്ന് വെച്ചാൽ പുള്ളിക്കാരൻ്റെ സ്റ്റോറിയാണ്. ഇപ്പോൾ പുള്ളിക്കാരൻ ഒരു സൈക്കോപാത്തായി എങ്ങനെയാണെന്നാണ് കാണിക്കുന്നത്. നേരത്തെ ഭയങ്കര വണ്ണം ഉണ്ടായിരുന്നു. Yes, I recently tried some of my father's special ice cream, but it's only ഇതെന്നാ പറയുന്നത് വെച്ചാൽ പുള്ളിക്കാരൻ്റെ അപ്പനൊരു ഐസ്ക്രീം ഫാക്ടറി ഉണ്ടായിരുന്നു. അതിനകത്ത് എന്തോ സ്പെഷ്യൽ ഐസ്ക്രീം തിന്ന് ഇങ്ങനെ ആയിപ്പോയതാണ്. അതാണ് ഇപ്പം അതിൻ്റെ ഒരു വിഷമം കാരണം അങ്ങനെ ആയി. അത്രേ ഉള്ളൂ. നമ്മളെന്തായാലും ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇവിടെ ചെയ്യേണ്ട പരിപാടി കുറേ കാണുന്നുണ്ട്. ഇവിടുന്ന് ഇറങ്ങിയ ശേഷം പുള്ളിക്കാരൻ പോയെന്ന് ഉറപ്പ് വരുത്തുക. ഇവിടെ വല്ലതും ഉണ്ടോ? ഇതെന്നാന്ന് വെച്ചാൽ ഇവിടുന്ന് ഒരു കാർഡ് കിട്ടും. ആ കാർഡ് വേണം. ഇവിടില്ല. അപ്പോൾ ഉറപ്പായിട്ടും കാർഡ് ഇവിടെ കാണും. ഇവിടെ ഇല്ലേ? ഇപ്പോൾ കാർഡ് ഇവിടെ ഇല്ലെങ്കിൽ ഇവിടുന്ന് ഒരു കാർഡ് കിട്ടി. ഈ കാർഡ് ആവശ്യം വരും. നമ്മളെ കണ്ട് എവിടുന്നോ കണ്ടു. Welcome to the secret lair. I am the king. I'm the best player in the world. No one. അത് പോട്ടെ. ഇവിടെ ഒരുത്തനുണ്ട്. നമ്മൾ സംസാരിക്കാം. What's up, Jay? I have a rare piece that I found out there. Surely you know what to do with it. If you bring me something pretty, I'll give it to you. ഇതിനെന്തെങ്കിലും എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനം കൊടുക്കാനാണ്. വിലയുള്ള സാധനം. വിലയുള്ള സാധനമൊന്നും നമ്മുടെ കയ്യിലില്ല. അപ്പോൾ നമുക്കിനി ഇവിടുന്ന് പോകാം കേട്ടോ. നമുക്കിനിയും സിമിത്തേരി അല്ല, സിനിമയുടെ നമുക്ക് സിമിത്തേരിക്കകത്ത് ആ സംഭവം അറിയത്തില്ല. പുതിയതായിട്ട് വന്ന സ്ഥലമാണ്. ഇവിടെ കൊണ്ട് പുള്ളിക്കാരൻ്റെ വണ്ടി ഇട്ടിട്ടുണ്ട്. ഇവിടുന്ന് ഇറങ്ങുക. ഇവിടെ നമുക്ക് പുള്ളിക്കാരൻ്റെ ഒരു വീടുണ്ട്. ഇവിടെ കയറാം. കണ്ട് നമുക്കിതിൻ്റെ പുറവശം തുറന്ന് നോക്കാം. ഇവിടെ എന്തോ ഇരിപ്പുണ്ട്. ഇതിനകത്തൊന്നും ഉണ്ടോ? ഇതിനകത്തൊന്നുമില്ല. വേറെ സാധനമൊക്കെ ഉണ്ട്. തുറന്ന് നോക്കാം. ഇതെന്നാ സാധനം? ഓക്കെ, ഇതാവശ്യം വരും. ഇത് വണ്ടിയെ കൊണ്ടുപോകാം. ഈ സാധനം കൊണ്ട് വണ്ടിയെ വെച്ചിട്ട് പോയേക്കാം.
ഇവിടെ അങ്ങ് ഇല്ലെന്ന് തോന്നുന്നു. ഓക്കെ, നമുക്ക് വേറൊരു സാധനം കിട്ടി. ഇതുകൊണ്ട് വണ്ടിയെ കൊണ്ടുപോകണം. ഇവിടെ അങ്ങനെ തക്ക ഒന്നുമില്ല, എല്ലാം നോക്കി വരുന്നു. ഇവിടെ 2 സാധനം ഇരിപ്പുണ്ട്, ഇതെടുക്കണം. ഇനിയും വേറെ സാധനം ഉണ്ടോ എന്ന് പോയി നോക്കിയിട്ട് വരാം. ആ 2 എണ്ണം കണ്ടിട്ട് അതെടുത്തോണ്ട് ഇവിടുന്ന് പോയേക്കാം. നമുക്ക് ഇതെടുത്തോണ്ട് പോയേക്കാം കേട്ടോ. ഞാൻ ആ സാധനം അതിനകത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇവിടുന്ന് പോകാം കേട്ടോ. വേറെ സ്ഥലം നോക്കാം. നേരെ സിമിത്തേരി. നമുക്ക് സിമിത്തേരി സ്ഥലം ആദ്യം ഒന്ന് പോയി നോക്കാം, എങ്ങനെയാ അതിൻ്റെ പരിപാടി എന്നൊക്കെ. എന്നിട്ട് മതി ബാക്കി പരിപാടികളൊക്കെ. പുള്ളിക്കാരനെ ഇവിടെ കാണാൻ സാധ്യതയുണ്ട്. ആദ്യമേ ഇവിടെ തന്നെ വേണ്ടേ? ഓക്കെ, ഇവിടെ ഒരു സാധനം വേണം. ഇവിടെ ഓടാൻ അത്രയും സ്ഥലമൊന്നുമില്ല കേട്ടോ. പിടി വീഴും. സ്ഥലമൊക്കെ ഞാനൊന്ന് ഓടിച്ചു നോക്കി, അല്ലാതൊന്നും ഞാൻ കണ്ടില്ല. ഇവിടുന്ന് പോയേക്കാം. ഇവിടെ നിൽക്കുന്ന അത്രയ്ക്ക് സേഫ് അല്ല. ഞാൻ അവിടെ വേണ്ടതെന്ന് പറയുവാണെങ്കിൽ 2-3 സാധനം വേണം കേട്ടോ. അത് ഞാൻ കുറേ ഇവിടുന്ന് വേണ്ട. ഇവിടെ ഞാൻ ജസ്റ്റ് ഒരു സേഫ്റ്റിക്ക് വേണ്ടി അല്ല, ആ സംഭവത്തിന് വേണ്ടി വന്നതാണ്. ഇവിടെ ഞാൻ തിരിച്ച് സർക്കസിൽ തന്നെ പോയിട്ടുണ്ട്. ഇവിടുന്ന് ഇനിയും നമുക്കിവിടെ ഏതൊക്കെ ഡോറ് തുറക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കണം. ഒരു ഇതുണ്ട്, ഇതിൻ്റെ മണ്ടയിൽ കയറാൻ പറ്റും. ഇതിൻ്റെ മണ്ടയിൽ കയറിയോ എല്ലാം പരിപാടി നടക്കും നോക്കട്ടെ. ഇതിൻ്റെ മണ്ട ഒരു ഏണിയുണ്ട്. അപ്പോൾ ഏണിയുടെ മണ്ടയിൽ കയറിയാൽ ഈ ഡോറ് തുറക്കുമോ? കേബിളോ? അപ്പോൾ അത് സംഭവം വേണം ഇവിടുന്ന് എസ്കേപ്പ് അടിക്കാൻ. ഓക്കെ, നമുക്ക് താഴോട്ട് ചാടിയാലോ. നമ്മളോട് പറഞ്ഞേ ഈ കാർഡ് തുറന്നപ്പോൾ ഇല്ലേ, നമുക്ക് ഈ കാർഡുണ്ട്, ഈ സംഭവം തുറക്കാം. അപ്പം ഇതിനകത്ത് ഇവൻ പറഞ്ഞേ ഇവന് എന്തെങ്കിലും കൊടുത്താൽ ഇവന് എക്സ്പെൻസീവ് ആയിട്ടുള്ള എന്തെങ്കിലും സംഭവം തരുമെന്ന്. അപ്പം നമുക്ക് ഒരെണ്ണമുണ്ട്. നമ്മുടെ ഈ അവിടുന്ന് കുറേ സിനിമാ സെൻറ്ററിൽ നിന്ന് നമ്മൾ കുറേ സംഭവമൊക്കെ എടുത്തിട്ടില്ല. അത് ഓരോന്നായിട്ട് കൊടുത്തു നോക്കാം. ആദ്യം ഇതൊന്ന് കൊടുത്തു നോക്കാം. അപ്പം ഇത് വേണ്ട, ഇവന് ഇതെടുക്കാൻ സാധ്യതയുണ്ട്. ഇത് കൊടുത്ത എന്തെങ്കിലുമൊക്കെ നടക്കും. അല്ല, അവൻ സമ്മതിക്കും. കണ്ടോ, ഞാൻ പറഞ്ഞില്ല അവന് മതി. നമുക്ക് വേറെ സംഭവം കിട്ടി. ഇതെന്നെ സംഭവമാ. ഇത് കൊണ്ടിട്ടേക്കാം. ലാസ്റ്റ് കാണാൻ ആവശ്യം വന്നാലോ, എന്തെങ്കിലുമൊക്കെ ആവശ്യം കാണും. ഇവിടെ ആ പുള്ളിക്കാരൻ കയറിയിട്ടുണ്ടോ എന്നായി നോക്കണം. ഇല്ല. നമുക്കിവിടെ ഓരോന്നായിട്ട് ചെക്ക് ചെയ്യണം. ഓക്കെ, ഇവിടെ ഈ അല്യമാരയ്ക്കകത്തൊന്നുമില്ല, ഫ്രിഡ്ജിനകത്തും ഒന്നുമില്ല. ഒച്ച കേട്ട പുള്ളിക്കാരൻ വരുമെന്ന് അറിഞ്ഞുകൂടാ. ഓക്കെ, നമ്മൾ ഇവിടെ ഒരു സാധനമുണ്ട്. ഇതെന്നതാ? ഓ, ഇത് കിട്ടി. ഇനി ഇതുകൊണ്ട് അയ്യോ, പുള്ളിക്കാരൻ അവിടെ പിങ്ങ കേട്ടോ. പുള്ളിക്കാരൻ പിങ്ങായതുകൊണ്ട് നമുക്ക് മുകളിലോട്ട് കയറിപ്പോൾ ഒട്ടും കഥക തുറക്കാതെ എങ്ങനെ അതിനകത്ത് കയറി? കഥ തുറന്നാൽ പുള്ളിക്കാരൻ തുറന്ന് കാണിക്കും. ഈ സാധനം കൊണ്ട് മറ്റേ വഴി ഇതുവഴി പോകാനാണ്. അപ്പം അവിടെ ഒരു സംഭവം കേട്ടോ, കിഴുത്താ. അപ്പം ആ കിഴുത്തലോട്ട് ഇന്ന് ചാടാനായിരിക്കും. കറക്റ്റ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇങ്ങോട്ട് നീക്കിയിട്ടുണ്ട്. പിന്നെ നീക്കുമ്പം നമുക്ക് ഇത് മാറ്റി കിട്ടി. ഇതിൻ്റെ ഇടയിലുള്ള പരിപാടി ഇവിടെ തന്നെ പരിപാടി എന്ന് ചോദിച്ചാൽ ഇതുവഴി കയറിപ്പല്ലേ. ഇതേതാ സ്ഥലം? ഓക്കെ, ഇവിടെ സ്ക്രൂ വേണം കേട്ടോ. അതുകൊണ്ട് ഇത് പറ്റത്തില്ല. ഇവിടെ നമുക്ക് തിരിച്ചു പോയേക്കാം. ഈ സാധനത്തിൻ്റെ ഉപയോഗം കഴിഞ്ഞു. ഇവിടെ സ്ക്രൂ വേണമെങ്കിൽ നമ്മൾ വേറെ പണി ഇനിയും ചെയ്യണം. എൻ്റെ കുഴപ്പം എന്നാന്ന് ചോദിച്ചാൽ, ഞാനിപ്പോൾ ഈ ഡോറ് തുറന്നായില്ലേ, ഈ പുള്ളിക്കാരൻ വീണ്ടും ഇതുവഴി കയറി വരും. വേറെ സ്ഥലത്തൂടെ ഒന്ന് പോയി നോക്കാം. ഒരു സ്ഥലം കൂടെ ഉണ്ട് പോവാൻ.
ഇവിടെ കൂടെ പോയി എന്തോ Jake, help me out of കിട്ടുമെന്നില്ല here, നോക്കാം. please. ആ, ഉം. അയ്യോ ഇവിടെ പിടിക്കാൻ സാധ്യതയുണ്ടേ. അയ്യോ ഇതാണെ പുള്ളിക്കാരൻ ഇങ്ങോട്ട് കറങ്ങി വരുമ്പോൾ പിടിക്കും ഉറപ്പാ. ഓ സമയമുണ്ട് പുള്ളിക്കാരൻ കറങ്ങി വരുന്നേ ഉള്ളൂ. ഇവിടെ എന്തെങ്കിലുമൊക്കെ കാണും. ഇവിടെ ഒന്നുമില്ലേടേ. ഇവിടെ എനിക്കൊന്ന് വിശദമായിട്ട് തപ്പണം, പക്ഷെ അതിനുള്ള സമയം എനിക്ക് കിട്ടത്തില്ല. ഇതിനകത്ത് കയറത്തില്ലെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാനിവിടെ കയറ്റി വാതിലടച്ചിട്ടുണ്ട്. ഇങ്ങോട്ട് കയറിയ ഊമ്പാവ. ഞാനിവിടെ ഒന്ന് വിശദമായിട്ട് പരിശോധിക്കട്ടെ. ഇവിടെ വേറൊരു ടൂൾ ബോക്സ് ഇരിപ്പുണ്ട്. ഇവിടെ ഒരു ഇതെന്നാത്തിനാ? അയ്യാ ഞാൻ ആ സംഭവം എടുത്തപ്പം നമ്മൾ സംഭവം എടുത്തപ്പം പുള്ളിക്കാരൻ വന്നു കേട്ടോ. അപ്പം നമുക്ക് ഇവിടെ നിന്ന് എന്തോ കിട്ടിയായിരുന്നു. അതെ, അപ്പം ഇതാവശ്യം വരും. അപ്പോൾ ഇവിടെ നമുക്കൊരു കീ കിട്ടിയിട്ടുണ്ട്. ഈ കീ എടുത്തോണ്ട് അയ്യോ തുറന്നാ പണിയാ. അയ്യോ ഞാൻ തുറന്നു കൊടുത്തു പുള്ളിക്കാരൻ. ചേടാ ഇത് മൂന്നാമത്തെ എൻട്രി കേട്ടോ. ഇത് കംപ്ലീറ്റ് ആക്കാൻ നോക്കണം. ഇതിനകത്ത് പിടിക്കാൻ സാധ്യത കുറവാണ്, കാരണം നമ്മൾ മുകളിൽ കൂടെയാണ് പോകുന്നത്. ഇത് നമുക്ക് കീ വേണ്ട. നമുക്ക് കീ സാധനം എടുത്തുകൊണ്ട് ഇവിടുന്ന് എസ്കേപ്പ് പിടിക്കാം. ഈ മുകളിലത്തെ ഇത് ഇവിടെ ഞാൻ എത്തിയിട്ടുണ്ട്. ഇവിടെ എന്ന് പറയുവാണെങ്കിൽ ഇവിടെ കണ്ടോ, ഇവിടെ വല്ലതും കാണും. അതിൻ്റെ താഴെ വന്ന് ഉറങ്ങിയത്. നമുക്ക് പുള്ളിക്കാരൻ കിടക്കുന്നതിൻ്റെ അടിയിൽ എന്തെങ്കിലും കാണും. അപ്പോൾ അതും കൂടെ ഒന്ന് തുറന്ന് നോക്കണം. വേറെ സംഭവം വല്ലതും ഉണ്ടോ നോക്കട്ടെ, തുറന്ന് നോക്കാൻ പറ്റുന്നത്. എണ്ണീറ്റ് പോവും. ഓക്കെ, ഇവിടുന്ന് പോയിട്ടുണ്ട്. നമുക്കിനി ആ പരിവ് അവിടെ നിന്ന് തുറന്ന് നോക്കാം. ഓ ഇതിപ്പോൾ തുറന്ന് കേട്ടോ. യോ ചേടാ, ഓ 0 ലൈഫ്, ഒരു ലൈഫും കൂടെ ഉണ്ട്. അപ്പം നമ്മുടെ 2 സാധനം അപ്പുറത്തിരിക്കുക കേട്ടോ. നമുക്കൊരു ഹാൻഡിൽ കിട്ടിയായിരുന്നു. ഇനി ഇവിടെ നമുക്ക് ഈ സംഭവം ബ്രേക്ക് ചെയ്യണം കേട്ടോ. അതേ ഒരു ഹാമർ. അതെ, ഇതെടുത്തോണ്ട് നമുക്ക് ഇതിൻ്റെ മണ്ടേ കൂടെ പിടിച്ചത് എവിടെ ആയിരുന്നു? പുള്ളിക്കാരൻ എവിടെ നിന്നായിരുന്നു നോക്കട്ടെ. ഇതുവഴി ഒന്ന് പോട്ടെ. എൻ്റെ 4 ലൈഫും ഇവിടുന്നാണ് പോയ, 3 ലൈഫ് ഇവിടുന്നാണ് പോയത്. ഇതൊരു അബദ്ധഗതം പിടിച്ചൊരു സ്ഥലമാണ്. നമുക്ക് ഹാൻഡിൽ കിട്ടി. നമുക്ക് ഈ ബാക്കി കാറിൻ്റെ കൂടെ അടി ഒന്ന് പരിശോധിച്ചാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടും കേട്ടോ. അയ്യോ ഒരു ലൈഫും കൂടെ. ഇവിടെ ഒരു ടൂൾ ബോക്സ് കാണുന്നത്, അവിടെ എന്തെങ്കിലുമൊക്കെ കാണും. ഇതിനകത്തൊന്ന് നമുക്കൊരു സാധനം കിട്ടി. ഇത് കിട്ടിയടാ. ഇതുകൊണ്ടാണ് മറ്റേ ഗ്യാസിൻ്റെ ഇതെടുക്കണ്ടേ കേട്ടോ. ഇങ്ങനെയാണെന്ന് തോന്നുന്നു. ഇതുകൊണ്ടാണ് ഞാനവിടെ പോയിട്ടുണ്ട്. ഇനി നമുക്ക് ആ സർക്കസിലോട്ട് പോവാം. അവിടാണ് ഈ പരിപാടി ഇരിക്കുന്നത്. നമ്മളൊരു സ്ഥലത്തൂടെ കയറിപ്പോയില്ലേ. ഈ ഗ്യാസ് അങ്ങനത്തെ മൂലയിലായിരുന്നു. അവിടെ പോയി എടുത്തിട്ട് വരാം. എൻ്റെ വളിച്ച ചിരി കേൾക്കുന്നുണ്ട്, പക്ഷെ ഇവിടെ അങ്ങ് ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ. അവിടെ ഉണ്ട്, ഇങ്ങോട്ടാണ് വരുന്നത്. പുള്ളിക്കാൻ അവിടെ നിൽക്കട്ടെ. അപ്പോൾ നമുക്ക് വേറെ സ്ഥലം പോയി പരിശോധിക്കാം. ഇതിൻ്റെ മണ്ടയ്ക്കകത്ത് കുറേ റൂമൊക്കെ ഉണ്ട്, അവിടെ ഞാൻ പോയിട്ടില്ലായിരുന്നു.
ഇവിടെ എന്തെങ്കിലുമൊക്കെ കാണാൻ സാധ്യതയുണ്ട്. ഇതെന്താ ക്യാറ്റ് ഫുഡ് കിട്ടിയിട്ടുണ്ട്. അത് അത്യാവശ്യം. പിന്നെ നമുക്ക് പോകാനുള്ള സ്ഥലം പുള്ളിക്കാരൻ അവിടെ നിന്ന് ഇറങ്ങി നോക്കട്ടെ. ആ ഗ്യാസ് കുറ്റി എടുത്തിട്ട് വരാം. അപ്പോൾ അവിടെ എന്തെങ്കിലുമൊക്കെ കിട്ടും. അപ്പോൾ ഗ്യാസ് കുറ്റി നമുക്ക് അത്യാവശ്യമാണ്. അവിടെ പുള്ളിക്കാരൻ കയറാതെ ഇരിക്കാൻ നോക്കണം. വേറെ വഴിയില്ല ഇനി ഇതുവഴി. ഇതും കൊണ്ട് എടുക്കാൻ പറ്റുമോ നോക്കട്ടെ. ഇതാണ് വേണ്ടത്. ഇത് കിട്ടിയിട്ടുണ്ട്. ഇനിയും വേണ്ടത് ഇപ്പം ഇങ്ങോട്ട് കയറി വരുമോ ആവോ. ഇവിടെ സ്ഥലത്തുനിന്ന് പോവാം. ഇവിടുത്തെ പരിപാടിയെല്ലാം നമുക്ക് കഴിഞ്ഞു. ഇനി നമുക്ക് പോവേണ്ടത് സിമിത്തേരിയിലാണ്. ഇവിടെ ഒരു ക്യാറ്റ് ഫുഡിൻ്റെ പരിപാടിയുണ്ട് കേട്ടോ. ഇതെവിടെ കൊണ്ടായിരുന്നു വെക്കണ്ടേ? ഇവിടെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. ഇങ്ങോട്ട് കയറിയാൽ തീർന്നു. അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങാം. അതാ നല്ലത്. ഇവിടെ നമുക്കിനി പോവേണ്ടത് സിനിമയിലോട്ടാണ്. നമ്മളെവിടെയാണ് ക്യാറ്റ് ഫുഡ് കണ്ടേ? കത്തിക്കാനുള്ള ഒരു മറ്റേ മെഴുകുതിരി നമ്മുടെ ഉണ്ട്. അതൊന്ന്. പിന്നെ വേണ്ടത് ക്യാറ്റ് ഫുഡ് വേണം. ക്യാറ്റ് ഫുഡ് നമുക്കിവിടെ എക്സ്ചേഞ്ച് ചെയ്യാം കേട്ടോ. സിനിമ തിയേറ്ററിൽ. അപ്പോൾ അങ്ങനെ വന്നാൽ തീർന്നു. ഇപ്പോൾ ഇവിടുന്ന് ക്യാറ്റ് ഫുഡും കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇവിടുന്ന് പോയേക്കല്ലേ. ക്യാറ്റ് ഫുഡ് കിട്ടിയോണ്ട് നമുക്ക് സിമിത്തേരിയിലാണ് ഇതിൻ്റെ പരിപാടി ഇരിക്കുന്നത്. ക്യാറ്റ് ഫുഡിൻ്റെ പിന്നെ സിമിത്തേരി നമുക്ക് കിട്ടി. മെഴുകുതിരി സിമിത്തേരി കത്തിക്കണം. പിന്നെ ഈ സംഭവം കൂടെ വെക്കണം. ഇവിടെ കണ്ട ഒരു ക്യാറ്റ് ഉണ്ടായിരുന്നല്ലോ ഇവിടെ. ഇപ്പം ഒരു പൂച്ച വരും കേട്ടോ ഇവിടെ. അതെ വന്ന് ഇതിനെ എടുത്തുകൊണ്ട് നമുക്ക് ചില പരിപാടിയുണ്ട്. സിനിമ തിയേറ്ററിൽ ഒരു വീടുണ്ട്. അവിടെ ഞാൻ കയറിയപ്പോൾ കണ്ടായിരുന്നു. നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റും. എക്സ്ചേഞ്ച് അല്ല, ഒരു പരിപാടിയുണ്ട്. പുള്ളിക്കാരൻ ഇവിടെ ഒന്നും ഇല്ലല്ലോ.